ഹായ് ഹലോ. ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്നറിയാമോ? നമ്മുടെ ഈ ഒരു ഷെഡിൽ UV ഷെഡിൽ നിൽക്കുന്ന കുറച്ച് ബിഗോണിയൊക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുക. കാരണം എന്നാണെന്നറിയാമോ? നമ്മൾ ബാസാക്കോട്ടയാണ് കൊടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ബാസാക്കോട്ടയുടെ ഗ്രാനുവൽസ് കൊടുത്തതിൻ്റെ റിസൾട്ടാട്ടോ ഈ നിൽക്കുന്നതെല്ലാം. അപ്പോൾ ഈ പ്ലാന്റിലെല്ലാം ഫ്ലവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ ആരോഗ്യം നമ്മൾ ക്രമേണ നഷ്ടപ്പെട്ടു പോകും. ചെടികൾ എന്ത് ചെയ്യും? കുറച്ച് ചെടികളുടെ ആ ഗ്രോത്ത് ഒക്കെ പോയിട്ട് ഒരു ഭംഗിയില്ലാതെ നിൽക്കും. ഇപ്പം നല്ല വിഗറായിട്ട് നിൽക്കുക, കാണാൻ നല്ല ചന്തമാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഈ വാൻഡാസ് ഒക്കെ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ താഴെയാണ്. കാണാൻ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. ഞാൻ എപ്പോഴും എൻ്റെ ബിഗോണിയ കുഞ്ഞുങ്ങളെ എന്നാണ് ഞാൻ പറയാറുള്ളത് കേട്ടോ. എനിക്ക് അത്ര സന്തോഷമാണ്. ഞാൻ എൻ്റെ ബജുവിനെ കാണുന്ന പോലെ ഞാൻ ഇവരെ എല്ലാം കാണാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം കട്ട് ചെയ്യണം. എപ്പോഴും നമ്മൾ പൂക്കൾ കിട്ടുമ്പോൾ മാക്സിമം അവർ എഫേർട്ട് എടുത്തിട്ടായിരിക്കും നമുക്ക് പൂക്കൾ തരുന്നത്. അപ്പോൾ ഈ പൂക്കളെല്ലാം നമ്മൾ കട്ട് ചെയ്തങ്ങ് മാറ്റണം. എന്നാൽ മാത്രമേ നമ്മുടെ ചെടി നല്ല ആരോഗ്യമായിട്ട് നിൽക്കത്തുള്ളൂ. ബിഗോണിയിൽ പൂക്കൾ കട്ട് ചെയ്യാൻ ഇവിടെ വസന്താക്ക സമ്മതിക്കത്തില്ല. എന്നാലും ഞാനങ്ങ് നിർബന്ധമായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. വസന്താക്ക നോക്കുന്നുണ്ട്, എല്ലാ പ്ലാന്റും നന്നായിട്ടാട്ടോ നോക്കുന്നത്. ബിഗോണിയൊക്കെ പ്രത്യേകിച്ച് മക്കളെ നോക്കുന്ന പോലാണ് കേട്ടോ നോക്കുന്നത്. ഞാൻ നോക്കിയില്ലേ പോലും ശ്രദ്ധയോടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാസാക്കോട്ട ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഓൾറെഡി ഇതിനകത്ത് ഗ്രാനുൾസ് കിടപ്പുണ്ട്. ബാസാക്കോട്ട നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ധാരാളം നമ്മൾ വെയ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 100 ഗ്രാം തൊട്ട് നമ്മൾ ബാസാക്കോട്ട വെയ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാസാക്കോട്ട ഇട്ടതിൻ്റെ റിസൾട്ട് നിങ്ങളെന്ന് കാണിക്കാം, ലൈവായിട്ടൊരു അപ്ഡേഷൻ കാണിക്കാമെന്ന് വെച്ചിട്ടാട്ടോ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ശ്രദ്ധ നമ്മുടെ ചെടികളിലുണ്ടെങ്കിൽ ചെടികളൊക്കെ നല്ല ലൈവായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. കണ്ടില്ലേ? ബാസാക്കോട്ട ഇട്ടതിൻ്റെ ഒരു റിസൾട്ടാണ് ഇതൊക്കെ. നമ്മുടെ ആ ട്വിസ്റ്റഡ് ടൈപ്പുകളാണ് കേട്ടോ എല്ലാം. നല്ല നല്ല ഡബിൾ സൈഡ് കേളി ടൈപ്പുകളാണ് കൂടുതലും ഇവിടെ ഈ ഒരു ഷെഡിൽ നമ്മൾ കൂടുതലും വെച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക സന്തോഷമായിട്ടോ നമുക്ക് ഈ ഒരു ഷെഡിലേക്ക് കയറുമ്പോൾ. കാരണം ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പൂക്കൾ വരാൻ സമ്മതിക്കരുത് കേട്ടോ. നമ്മുടെ ബിഗോണിയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഞാൻ പറയാൻ വന്നത്, നിങ്ങൾക്ക് ബാസാക്കോട്ട എല്ലാ സുഹൃത്തുക്കൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം മുതൽ നമ്മൾ വേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് നമ്മുടെ ചെടികളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം പിന്നീട് വാങ്ങിച്ച് നമ്മുടെ ചെടികളിലൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പം ബാസാക്കോട്ട ഇട്ടതിൻ്റെ റിസൾട്ടാണ്. ഈ ഒരു സന്തോഷത്തോടെ ഞാനിത് പറയുന്നത്. പലപ്പോഴും ഞാൻ വീഡിയോസിൽ പറയാറുണ്ടത്, ഞാൻ പറയാറില്ലേ, ഇലയൊക്കെ വെട്ടിയിട്ട് നമുക്ക് ചോറുണ്ടാൻ പറ്റുന്ന പരുവായിട്ടുണ്ട്. ഇനി ഇട്ട് കഴിഞ്ഞാൽ വസന്തൊക്കെ തന്നെ നമ്മൾ താഴെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഷെഡുകളുടെ ഓരോ സൈഡിലും നമ്മൾ പുതിയ വെറൈറ്റികളെല്ലാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് നമ്മുടെ ബിഗോണികളെല്ലാം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാസാക്കോട്ട വേണ്ട സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ.